വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകൾ. ഇതൊന്നും ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങളെ. ആദ്യമേ ഞാൻ പറയാം, ഞാൻ തരുന്ന ക്വസ്റ്റ്യനുകളാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഒരു മോഡലാണ്. കുറേ എണ്ണം, ഒരു 10 എണ്ണം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു 3 or 4 എണ്ണം അതിനകത്ത് ഇന്ന് ചോദിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ, എന്നേ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന നമ്മുടെ സോഷ്യലിൻ്റെ 5ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് അറിയാം. ഞങ്ങളുടെ ആക്ടിവിറ്റി, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 ഇങ്ങനെ ആയിരിക്കും തരുന്നത് കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് പ്രവർത്തനം 1, പ്രവർത്തനം 2 അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഉദാഹരണം, കാലവർഷം. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കാലവർഷം സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെങ്കിൽ തുലാവർഷം എന്താണ്? ഇവിടെ ആൻസർ എഴുതുമ്പോൾ 1 മാർക്ക്. മനസ്സിലായോ? കാലവർഷം സൗത്ത് വെസ്റ്റ് മൺസൂണ്, അതായത് കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ തുലാവർഷം എന്താണ്? തുലാവർഷം എന്തായിരിക്കും? അത് അറിയണം. എന്തായിരിക്കും നിങ്ങളെ? ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ ഇതെന്തായിരിക്കും? വടക്കു കിഴക്കൻ മൺസൂൺ ആയിരിക്കും കേട്ടോ. അത് മറക്കല്ലേ കുഞ്ഞുങ്ങളെ. അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം കാലവർഷം എന്താന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം, തുലാവർഷം എന്താണെന്നും പഠിച്ചിട്ട് പോകണം കേട്ടോ. കാലവർഷം എന്ന് വെച്ചാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് കാലവർഷം, എന്നാൽ തുലാവർഷമോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. മനസ്സിലായോ? അങ്ങനെയാണ് ചോദിക്കുന്നത്. അടുത്തത്, ജൂൺ സെപ്റ്റംബറിൽ കാലവർഷം. ജൂൺ സെപ്റ്റംബറിൽ കാലവർഷമാണെങ്കിൽ ഒക്ടോബർ നവംബറിൽ എന്തായിരിക്കുമെന്ന് ഇപ്പം പിടികിട്ടിയോ? ചോദ്യം എങ്ങനെ ആയിരിക്കുമെന്ന്. ജൂൺ സെപ്റ്റംബറിൽ കാലവർഷമാണെങ്കിൽ ഒക്ടോബർ നവംബറിൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? തുലാവർഷം ആയിരിക്കും. ഇപ്പം പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. മനസ്സിലായോ? പ്രവർത്തനം 1 എന്ന് തന്നിട്ട് ഇത് തന്നെ ആവണമെന്നില്ല കുഞ്ഞുങ്ങളെ. ഇതുപോലെ ആയിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. ആക്ടിവിറ്റി 1 നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ എനിക്ക് തോന്നുന്നു 5 മുതലായിരിക്കും. 5, 6, 7, 8 പാഠമാണ് പരീക്ഷയ്ക്ക് എന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ആദ്യമുള്ള ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം, 2, 3 മാർക്കിൻ്റെയൊക്കെ ഈ 1 വേഡുകളും ഒക്കെ ചോദിക്കാം കേട്ടോ. കാരണം അങ്ങനെയാണ് ഇത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. മോഡലുകൾ മനസ്സിലായോ നിങ്ങളെ? അപ്പം ഇതുപോലെയാണ്. അപ്പം നമുക്ക് എന്താണെന്നറിയോ, 5ാമത്തെ പാഠം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഓരോ പാഠവും നമുക്ക് നോക്കാം. അപ്പം ഇതുവരെ നോട്ട് കിട്ടാത്തവർക്കും നോട്ട് എഴുതിയെടുക്കാത്തവർക്കും ഒക്കെ ഞാൻ പറയുന്ന ഒന്ന് എഴുതിയെടുക്കുന്നെങ്കിൽ അത്രയും കാര്യം. ഇനി എഴുതിയെടുക്കുക, കാരണം നമുക്ക് തിങ്കളാഴ്ച മുതൽ അല്ലെ ചൊവ്വാഴ്ച മുതൽ പരീക്ഷ തുടങ്ങുക. അപ്പം എഴുതിയെടുത്ത് വെച്ചിരുന്നാൽ രക്ഷകർത്താക്കളേലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്ക രക്ഷകർത്താക്കളുമാണ് ഇത് കാണുന്നതും എഴുതിയെടുക്കുന്നതെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു കുഞ്ഞുങ്ങളെ. അപ്പോൾ അത്രയും നല്ലത്. രക്ഷകർത്താക്കൾ ഇച്ചിരി നല്ലതുപോലെ വൃത്തിയായിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇയാൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് എന്താണെന്നറിയോ, ഞാനൊരു ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ വലുതായിട്ട് അത് നല്ല വൃത്തിയായിട്ട് വലുതായിട്ട് അങ്ങ് എഴുതി വെക്കും. എന്നിട്ട് അതിരുന്ന് അപ്പോൾ അവനത് കാണുമ്പം പെട്ടെന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അവർക്കും അതൊരു എന്താ കുഞ്ഞുങ്ങളെ പഠിക്കാൻ ഒരു എനർജിയാണ് അല്ലേ. നമ്മുടെ അമ്മയായാലും അച്ഛനായാലും ആരെങ്കിലും ഒക്കെ ഇരുന്ന് പഠിപ്പിക്കുന്നത് നല്ലത്. അതുപോട്ടെ. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കയറാൻ. നോക്കിക്കേ. ആർ ലേഔട്ട് മെയ്ഡ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻസ്. ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ലേഔട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നത്? നോ, അല്ല. ലേഔട്ട് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ വാൾ, ഫൗണ്ടേഷൻസ് ആൻഡ് അതർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ബിൽഡിങ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്? നമ്മൾ ലേഔട്ടുകൾ ഉപയോഗിക്കുന്നത് കെട്ടിടങ്ങളുടെ വാതില്, നിര, അടിത്തറ, മറ്റ് ഘടനാപരമായ ഘടകങ്ങൾ എന്നിവയുടെ സ്ഥാനം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ലേ ഔട്ടുകൾ ഉപയോഗിക്കുന്നു കേട്ടോ. ലേഔട്ടുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, 5ാമത്തെ പാഠമാണ് നമ്മൾ തുടങ്ങിയത്. 5, 6, 7, 8 ആണ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട പാഠങ്ങൾ. അപ്പോൾ അത് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. അടുത്ത ഏറ്റവും പ്രധാനമാവും നിങ്ങൾ എന്താണ് സ്കെച്ച്, എന്താണ് പ്ലാൻ, എന്താണ് സ്കെച്ച്? സ്കെച്ച് ഈസ് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൻ്റെ എഴുതിയെടുക്കുക. ഇത് തോന്നിയ നോക്കി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തോന്ന് അറിയോ? ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചത് കൊണ്ടാ. അവനവൻ്റെ അങ്ങ് എഴുതിയെടുത്താൽ മതി. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളംകാർ മലയാളം എഴുതിയെടുക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം നിങ്ങൾ ഈ ഇംഗ്ലീഷുകാർ മലയാളം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നിങ്ങളെ പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് കേട്ടോ നോക്കുക. സ്കെച്ച് ഈസ് എ ഡ്രോയിങ് ബേസ്ഡ് ഓൺ മെമ്മറി ആൻഡ് ഒബ്സർവേഷൻ. നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മയും നമ്മുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപരേഖ വരയ്ക്കുന്നതാണ് സ്കെച്ച്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ലിങ്ക് ഇട്ടതാണ്, എന്നാലും ഒന്നുകൂടെ പറയുക കേട്ടോ. ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തിൻ്റെ ദിശ എവിടെയെന്ന് കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നു. സിമ്പിൾ
ലൈൻ ഡ്രോയിങ്, ലളിതമായ ചിത്രവുമാണിത്. മെഷറിംഗ് മേ നോട്ട് എക്സാക്റ്റ്, സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. മനസ്സിലായോ? നമ്മളോട് ചോദിച്ച സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് ആവും നിങ്ങളെ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ പാഠത്തിൽ നിന്ന് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താവും നിങ്ങളെ? സ്കെച്ച് എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു ഊഹം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഇപ്പോൾ മോഹൻലാലിനെ ഇഷ്ടമാണ്, നമുക്ക് പടം ചെറുതായിട്ട് വരയ്ക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിനെ വരച്ച് അല്ലേ ഏകദേശ രൂപത്തിലൊക്കെ വരച്ചെടുക്കുന്നതിനെയാണ് നമ്മളെന്താ സ്കെച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് വരെ പോകണമെങ്കിൽ നമ്മളിങ്ങനെ വരച്ച് കാണിക്കും, ഇന്ന അടുത്തോട്ടൊക്കെ പോകുന്നൊക്കെ ഇങ്ങനെ വരച്ച് കാണിക്കും. എന്ന് വെച്ചാൽ ഒരു ഊഹിച്ച് നമ്മൾ വരയ്ക്കുന്നതാണ്. മനസ്സിലായോ? നമ്മുടെ ഓർമ്മ, നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപരേഖ വരയ്ക്കുന്നതാണ് സ്കെച്ച്. ഒരു സ്ഥലത്തിൻ്റെ ദിശ എവിടെയെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ലളിതമായ രേഖാചിത്രമാണ്. മെഷർമെൻറ്റ് മേ നോട്ട് എക്സാക്റ്റ്. ഇത് സ്കെച്ച് തയ്യാറാക്കുമ്പോൾ എന്താ അതിന് കറക്റ്റായിട്ടുള്ള ഒരളവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പ്ലാൻ എന്താണ്? പ്ലാൻസ് ഇൻക്ലൂഡ് എക്സാക്റ്റ് മെഷർമെൻറ്റ്. പ്ലാൻ എന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ടല്ലേ ഒരു പ്രത്യേക അളവുകൾ തന്നെ വേണം. അത് കറക്റ്റായ അളവായിരിക്കണം. പ്രത്യേക അളവുകളോടെ വരയ്ക്കുന്ന രേഖ. ഇപ്പോൾ ഒരു മാർക്കിന് അത് ചോദിക്കാം നിങ്ങൾ ഡാഷ് ഇൻക്ലൂഡ്സ് എക്സാക്റ്റ് മെഷർമെൻറ്റ്. കറക്റ്റായിട്ടുള്ള അല്ലേ ഒരു പ്രത്യേക അളവുകളോട് വരയ്ക്കുന്ന രേഖാചിത്രമാണ് പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. കൃത്യമായ അളവ് ഉൾപ്പെടുത്തുന്നത് പ്ലാനുമാണ്. ഏകദേശമായിട്ട് നമ്മൾ വരയ്ക്കുന്ന നിങ്ങളെ അത് സ്കെച്ചുമാണ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ ലേ ഔട്ട് എന്താണെന്നും സ്കെച്ച് എന്താണെന്നും പ്ലാൻ എന്താണെന്നും പഠിച്ചു. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത അപ്പം നമ്മൾ പഠിച്ചത് മാറ്റാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കോമ്പസ് എന്താണ്? വടക്ക് നോക്കി യന്ത്രം എന്നാൽ എന്ത്? ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് തരുന്നത്. കോമ്പസ് ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ് എസ്പെഷ്യലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ് നോർത്ത്. ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? വടക്ക് നോക്കി യന്ത്രം അല്ലേ, കോമ്പസ്. വടക്ക് നോക്കി യന്ത്രത്തിന്റെ ഒരു പ്രത്യേകം രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് എപ്പോഴും എന്താവും നിങ്ങളെ അതിന്റെ നോർത്ത് സൗത്ത് ഇതിലായിരിക്കും അത് എപ്പോഴും നിൽക്കുന്നത് കേട്ടോ, വടക്ക് നോക്കി. അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം കോമ്പസ് എന്താണ്, പ്ലാൻ എന്താണ്, സ്കെച്ച് എന്താണ് അല്ലേ, ലേഔട്ട് എന്താണ്, ഇത്ര ഓക്കെയാണ്. ഇനി അടുത്ത് എന്താണ് ഗ്ലോബും മാപ്പും? എന്താണ് ഗ്ലോബ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്ലോബ് ആൻഡ് മാപ്പ്. ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദി എർത്ത് കേട്ടോ. ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് എന്ന് വെച്ചാൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉരുണ്ട അല്ലേ, ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. എന്നാൽ മാപ്പിൻ്റെ മലയാളം ഭൂപടം. എന്താണ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് ഭൂപടം. മാപ്പ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് ഭൂപടം. ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ആർ ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഇറ്റ് ഈസ് കാൾഡ് മാപ്പ്. ഇപ്പം മാപ്പ് ഇംഗ്ലീഷുകാർക്കും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 5 ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്, പ്ലാനും സ്കെച്ചും തമ്മിലുള്ള ഡിഫറൻസ്, കോമ്പസ് എന്താണ്, ലേഔട്ട് എന്താ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ? ഗ്ലോബും മാപ്പും ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുത്തോടെ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനകത്തിൽ കാണുന്നതാണത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടത് മാത്രമേ ഉള്ളൂ നിങ്ങൾ. എന്താണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്? ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? അക്ഷാംശ രേഖയും രേഖാംശ രേഖയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുത്തോണം. സർക്കുലർ ലൈൻസ് ഡ്രോൺ എബവ് ആൻഡ് ബിലോ ദ ഇക്വേറ്റർ. ദേ ആർ പാരലൽ ലൈൻസ്. They do not meet each other. Largest latitude is equator. It runs east to west. ഇതിനകത്ത് ഞാനൊരു 5 തന്നിട്ടുണ്ട്. ഒരു 4 എങ്കിലും പഠിച്ചിട്ട് പോകണം. കാരണം ഈ ഒരു ലൈൻ എഴുതി വെക്കുന്നതിന് ഒരു മാർഗ്ഗമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനകത്തിൽ 5 പോയിന്റ് തന്നിട്ടുള്ളത് ഈ 4 എങ്കിലും എഴുതിയെടുക്കണം. എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കുലർ ലൈൻസ് ഡ്രോൺ എബോവ് ആൻഡ് ബിലോ ദ ഇക്വേറ്റർ. ദേ ആർ ഇതൊക്കെ നമ്മൾ ആ ലിങ്കിനകത്ത് കണ്ട വരച്ചെല്ലാം ഞാൻ കാണിച്ചു തന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ, അത് കയറി കാണണേ. ഇപ്പോൾ ഇതിപ്പോൾ പ്രധാനപ്പെട്ടത് വായിച്ചു പോകുന്നതേ ഉള്ളൂ. സർക്കുലർ ലൈൻസ് ഡ്രോൺ എബോവ് ആൻഡ് ബിലോ ദ ഇക്വേറ്റർ. ദേ ആർ പാരലൽ ലൈൻസ്. ദേ ഡു നോട്ട് മീറ്റ് ഈച്ച് അതർ. ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഈസ് ഇക്വേറ്റർ. ഇറ്റ് റൺസ് ഈസ്റ്റ് ടു വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിലോ സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ടു ഇതെന്താണ്? എബോവ് ആൻഡ് ബിലോ ആണ്. ഇതോ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആണ്. ഇത് തിരിഞ്ഞു പോവല്ലേ. ദേ മീറ്റ് അറ്റ് പോൾസ്.
ദേ മീറ്റ് അറ്റ് പോള്. ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ്, ഇത് ഒരു മാർക്കിൽ ചിലപ്പോൾ ചോദിക്കാം. ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഡാഷ് കേട്ടോ. അതൊന്ന് ടിക്കറ്റ് പഠിച്ചോണേ നിങ്ങളെ. ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് പ്രൈം മെറീഡിയൻ ആണ്. പ്രൈം മെറീഡിയൻ. ഇറ്റ് റൺസ് നോർത്ത് ടു സൗത്ത്. ഇതെവിടാണ്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഇതും തിരിഞ്ഞു പോകരുത്. എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ഇറ്റ് റൺസ് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് അല്ലേ. ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ നോർത്ത് ടു സൗത്ത് അല്ലേ. ഇതൊരു ഭൂമിയുടെ ആണെങ്കിൽ ഇതിൻ്റെ ഈ നടുക്കൂടെ പോകുന്ന ഈ ലൈനാണ് നമ്മൾ ഇക്വേറ്റർ. നമ്മളതെല്ലാം പറഞ്ഞതാണ്, എന്നാലും നമുക്ക് പറയാം ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഇതിന് എന്താ? ദീസ് ലൈൻ ഡിവൈഡ് ദ ഗ്ലോബ് ഇൻ ടു ഹെമിസ്ഫിയർ അല്ലേ. ഇതിന് ഒരു വര കൊടുത്തു കഴിഞ്ഞാൽ എന്താ? 2 ഹെമിസ്ഫിയർ, 2 അർദ്ധഗോളങ്ങളായി ഈ രേഖ ഗ്ലോബിനെ ഉപയോഗിച്ചിരുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. ഭൂമിയുടെ നടുക്കൂടെ പോകുന്ന ഈ ലൈനിൻ്റെ പേര് ഇക്വേറ്റർ ആണ് കേട്ടോ. ഓർത്തോണേ, ഇക്വേറ്റർ. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആൻസറായി. അടുത്ത അപ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയക്കാരാവും ഞങ്ങൾ അത് എഴുതിയെടുത്തത്. മലയാളംകാരൻ എന്തെഴുതും? ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ. ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അക്ഷാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖ. അതായത് ഗ്ലോബിൽ കിഴക്ക് പടിഞ്ഞാറായി വരയ്ക്കുന്ന വരകളാണ് അക്ഷാംശ രേഖ. ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്ന രേഖയാണ് എന്താ? അക്ഷാംശ രേഖകൾ. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖ, ഗ്ലോബിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ഗ്ലോബിൻ്റെ മധ്യത്തൂടെ പോകുന്നതിനെ നമ്മൾ ഇക്വേറ്റർ അല്ലേ, ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ആ 2 വരി എഴുതിയാൽ മതി, 2 മാർക്ക. എന്നാൽ രേഖാംശ രേഖകളാണെങ്കിലോ താഴോട്ട് വരയ്ക്കുന്ന രേഖകൾ, ഗ്ലോബിൽ വടക്കു നിന്നും താഴോട്ട് വരയ്ക്കുന്ന രേഖകളാണ് അല്ലേ. ഡ്രോൺ പെർപെൻഡിക്കുലർ, താഴോട്ട് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖയ്ക്ക് ലംബമായി വരയ്ക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വരകളാണ്. അപ്പോൾ രണ്ടുകൂടെ മിക്സ് ആവേണ്ടതില്ല. ഇത് ആകെ 2 വരി കണ്ടോ. ഈ മലയാളം മീഡിയക്കാരെ അക്ഷാംശ രേഖയും ഞാൻ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട 5 മാത്രമേ തരുന്നുള്ളൂ ഈ ചാപ്റ്ററിൽ. അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ, അക്ഷാംശ രേഖകൾ. കാരണം അത് ചെറിയൊരു പാഠമാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇതൊക്കെ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. എന്താ നിങ്ങളെ ലേഔട്ടിനെ കുറിച്ച്. ലേഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാലും അത് തുടക്കം അതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്ലാനും സ്കെച്ചും ഗ്ലോബും മാപ്പും ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, ഈ 6 എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ കാണും. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും കണ്ടോ, എഴുതിയെടുത്തല്ലോ ഞങ്ങളെ. അടുത്ത വാട്ട് ആർ ദ എസെൻഷ്യൽ കോമ്പോണൻറ്റ്സ് ഓഫ് എ മാപ്പ്. ഒരു ഭൂപടത്തിന് ഉണ്ടായിരിക്കേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ടൈറ്റില്, ഡയറക്ഷൻ ആൻഡ് ഇൻഡെക്സ്. ദ മാപ്പ് റീഡിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് ദീസ് കോമ്പോണൻറ്റ്. എന്താ? ഒരു ഭൂപടത്തിൻ്റെ തലക്കെട്ട്, ദിശ, സൂചിക കേട്ടോ. ഇതൊക്കെ ഓർത്തോണേ. ഭൂപടത്തിനുണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ടൈറ്റിൽ എന്ന് വെച്ചാൽ തലക്കെട്ട്, ഡയറക്ഷൻ എന്ന് വെച്ചാൽ ദിശ, പിന്നെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ സൂചിക. ദ മാപ്പ് റീഡിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് ദീസ് കോമ്പോണൻസ്. മലയാളംകാർക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെല്ലാം വേണമെന്നുള്ളതിന് തന്നെ ഇത്രയും മാത്രമേ ഉള്ളൂ, എന്തെല്ലാം ആവശ്യങ്ങൾ കേട്ടോ. ഇനി ഡിഫറെൻറ്റ് ടൈറ്റിൽ ഓഫ് മാപ്പ്. ഇനി നിങ്ങൾക്ക് ഒരു 5-6 മാപ്പിൻ്റെ പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം? പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിക്കൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, വേൾഡ് മാപ്പ്. ഇത് പഠിച്ചുകൊണ്ട് പോകണേ. നിങ്ങൾ ഒരു 5 മാപ്പിൻ്റെ പേര് പഠിച്ചിട്ട് പോകണേ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5 മാപ്പിൻ്റെ പേര് എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ടൈറ്റിൽ ഓഫ് എ മാപ്പ്. വ്യത്യസ്ത ഭൂപടങ്ങളാണ് ഇതെല്ലാം. രാഷ്ട്രീയ മാപ്പ്, ഭൗതിക ഭൂപടം, ട്രോപ്പോഗ്രാഫിക് ഭൂപടം, ജനസംഖ്യാ ഭൂപടം, ലോക ഭൂപടം. 7 നോക്കിയല്ലോ. 7 എഴുതിയോ? നിങ്ങൾ എഴുതിയെടുക്കണേ. അടുത്ത 8ാമത്തത്, വാട്ട് ഈസ് ദ ഇൻഡെക്സ് ഗിവൺ ഓൺ ദ മാപ്പ്. ഭൂപടത്തിൽ സൂചിക തരുന്നത് എന്തിനാണ്? നമ്മുടെ ഭൂപടത്തിൽ ഓരോന്നിനും ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എന്തിനാ? ദ ഇൻഡെക്സ് ഗിവൺ ഓൺ എ മാപ്പ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ മാപ്പ്. ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനാണ് ഭൂപടത്തിൽ സൂചിക. നമുക്ക് ഓരോന്നും എന്താണ്, ഇപ്പം വെള്ളത്തിനെ കുറിച്ച് തന്നാൽ, അല്ലെ റോഡിനെ കുറിച്ച് തന്നാൽ, പിന്നെ എന്താ ഷിപ്പിനെ, ഓരോന്നിനെ കുറിച്ചും തരുന്നതിൻ്റെ ഓരോ സിമ്പലുകൾ തരും കേട്ടോ. അതിനാണ് ഇൻഡെക്സ്. ഓരോ സൂചനകൾ നമുക്ക് തരും. ഇന്നതാണെന്നൊരു സൂചിക. അതാ സംഭവം. ഒരു സ്ഥലത്തെ ദിശ നമുക്ക് എങ്ങനെ കണ്ടെത്താം? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്കൊരു ദിശ എങ്ങനെ കണ്ടെത്താം നിങ്ങളെ? ഇപ്പം നമുക്ക് വാച്ചും മൊബൈലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. എവിടെയെങ്കിലും ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എവിടെയാണെന്നൊക്കെ എന്നാലും പെട്ടെന്ന് നമ്മളൊന്നും പറയത്തില്ല. എന്തായാലും കുറേയൊക്കെ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്, രാവിലെയാണോ വൈകിട്ടാണോ അല്ലേ. രാവിലെ ആണെങ്കിൽ കിഴക്ക് വശത്തായിരിക്കും, വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. എന്നാൽ പണ്ട് എങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ മുഖം സൂര്യോദയത്തിന് നേരെയാണെങ്കിൽ നമ്മുടെ വശങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ദിശ കിഴക്ക് വശം, സൂര്യൻ അസ്തമിക്കുന്ന ദിശ പടിഞ്ഞാറ്. സൂര്യൻ അഭിമുഖം നിൽക്കാൻ നിങ്ങളുടെ ഇടതുവശം, സൂര്യന് അഭിമുഖമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഇടതുവശം വടക്കാണ്, വലതുവശം തെക്കുമായിരിക്കും.
കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്നാലും അത് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? ഹൗ ഡു ഫൈൻഡ് ഡയറക്ഷൻസ് ഇൻ എ പ്ലേസ്? ടു ചെക്ക് ഡയറക്ഷൻസ് വി കൺസിഡർ ദ ഡയറക്ഷൻസ് ഫ്രം വെയർ ദ സൺറൈസ് ടു ദ ഈസ്റ്റ്, അല്ലേ? ഈസ്റ്റിലാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ റൈസിങ് സൺ. നോർത്ത് ഈസ് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്, സൗത്ത് ഈസ് യുവർ റൈറ്റ് സൈഡ്, വെസ്റ്റ് ഈസ് ബിഹൈൻഡ് യു, അല്ലേ? വെസ്റ്റ് അപ്പം അതിൻ്റെ ബിഹൈൻഡ് യു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതിൻ്റെ മലയാളംകാർ തൻ്റെ ഈ മലയാളം എഴുതിയെടുക്കണം. നമുക്ക് ദിശ അറിയുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണം കേട്ടോ. 9 ക്വസ്റ്റ്യൻ ആൻസറായി. ഓക്കെ ആണോ? ഇനി അതിനകത്തിൽ ആ ചാപ്റ്ററിനകത്തിൽ നമ്മുടെ ജില്ലകളെക്കുറിച്ച് ഉണ്ട് കേട്ടോ. അതിനകത്തിൽ ഞാൻ ഓരോന്നും തന്നിട്ടുണ്ട്. ഇത് മൊത്തം വായിക്കാനൊന്നും സമയമല്ലോ കുഞ്ഞുങ്ങളെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര, ഞാൻ അതിനകത്തിലെ പ്രധാനപ്പെട്ട മാത്രം അങ്ങ് വായിച്ചു പോകാം. ബാക്കി നിങ്ങളത് ഇങ്ങനെ ഞാൻ ഇച്ചിരി സമയം ഇച്ചിരി ഇങ്ങനെ ഇടാം. അതെന്ന് വെച്ചാൽ നിങ്ങളത് നോക്കി ഒന്ന് വായിക്കണം കേട്ടോ. ഞാനത് പ്രധാനപ്പെട്ട പറഞ്ഞു, കാരണം അല്ലെങ്കിൽ ഇതും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം വായിക്കാനേ പറ്റത്തുള്ളൂ. പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒന്നാമത്തെ. കേരളത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണെന്ന് ഒരു മാർക്കിന് ചോദിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ വായിച്ചെടുത്തോളാം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരത്തിൽ തുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കൊല്ലത്തെക്കുറിച്ച് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമുള്ളത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ വന്നത്, ഇതെല്ലാം എവിടെ? കൊല്ലമാണ്. സ്ഥലപ്പേര് ഓർത്തോണേ കേട്ടോ. സ്ഥലപ്പേര് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. പത്തനംതിട്ട ജില്ല ഞങ്ങളുടെ ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ നായരെയാണ്. എന്താ കുഞ്ഞുങ്ങളെ? പത്തനംതിട്ട ജില്ലയുടെ ശില്പി കെ നായരാണ്. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് PTA എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ് കേട്ടോ. അതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ല, നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാനതിൻ്റെ ഇച്ചിരി സമയം തരുന്ന വെച്ചാൽ നിങ്ങൾ അവിടെ പോസ് ചെയ്തിട്ടിട്ട് അതെന്തുവാന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് എല്ലാ ചാപ്റ്ററൂടെ പറയുന്നതുകൊണ്ടേ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നോക്കിക്കുക അടുത്ത. ഹു ഈസ് ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. അതിന് മുമ്പേ നമുക്ക് ബാക്കി ജില്ല എവിടെ പോയി? നമ്മുടെ ബാക്കി ജില്ല നമ്മൾ 3 ജില്ലയിലങ്ങ് ഒതുക്കില്ലേ. നോക്കൂ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ആലപ്പുഴയെക്കുറിച്ച് ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആലപ്പുഴ, 4ാമത്തെ ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഡിസ്ട്രിക്ട് ലാർജസ്റ്റ് നമ്പർ ഓഫ് കയർ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഓരോന്നും പ്രധാനപ്പെട്ട മാത്രമേ ഉള്ള ഏതാണ്? ആലപ്പുഴയാണ്. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാ കുഞ്ഞുങ്ങളെ? ആലപ്പുഴയാണ് കേട്ടോ. ജലോത്സവം. കോട്ടയത്തെക്കുറിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയുടെ ആദ്യ പട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം ഏതാണ്? കോട്ടയമാണ്. റബ്ബർ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കോട്ടയമാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയല്ലേ. നമുക്ക് ഇത്രയും 5 ചാപ്റ്റർ നമുക്കിന്ന് റിവിഷൻ നടത്തുന്നതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. എവിടാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് അവിടെ പോസ് ചെയ്തിടുക. ഞാൻ കൈപോലും വെക്കാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് എടുത്ത് നോക്കാൻ വേണ്ടിയാട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാനാണ്. ഞാൻ അത്രയും പറഞ്ഞ നേരം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞില്ലേ. അടുത്ത ഇടുക്കി, 6ാമത്തെ ഇടുക്കിയാവും നിങ്ങളെ. ഇടുക്കി എന്ന് വെച്ചാൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല. റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഇടുക്കിയാണ്. തന്നെയല്ല അവിടെ കടൽ തീരമില്ല. പിന്നെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാലും കേട്ടോ. എന്തൊക്കെയുണ്ട്? ഇനി ഒത്തിരി ഉണ്ട്. അതിനകത്തിലെ ചെറുത് നോക്കി 2-3 പറക്കി എഴുതുക. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. പിന്നെ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? ഇടുക്കിയാണ്. റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഇടുക്കിയാണ്. അതൊക്കെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. 6 എണ്ണമായി. 6 ജില്ലയല്ലേ. 7ാമത്തെ ജില്ലയാണ്. ഇതിൽ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജില്ലകൾ? നിങ്ങൾ 1-2 പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടപ്പോഴും കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. ഞാൻ വെറുതെ ചിലക്ക് വന്നു, എന്നാലും വേണ്ടിയില്ല, ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ. നോക്കൂ നിങ്ങൾ. എറണാകുളം ജില്ല. എറണാകുളത്തിൻ്റെ പ്രത്യേകത ഏതാവും നിങ്ങളെ? കേരളത്തിലെ ഹൈക്കോർട്ട് സിറ്റുവേറ്റഡ്. കേരളത്തിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. അറബിക്കടലിൻ്റെ റാണി, ക്യൂൻ ഓഫ് അറേബ്യൻ സീ ഏതാണ്? എറണാകുളത്തിലെ കൊച്ചിയാണ് അല്ലേ. തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞാൽ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂരാണ് അല്ലേ. തൃശ്ശൂർ പൂരം ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ. അടുത്ത പാലക്കാട് ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. പാലക്കാടാണ് കേട്ടോ. ഓരോ ജില്ലയെക്കുറിച്ചുമാണ് പറയുന്നത്. ഇനി മലപ്പുറത്തുകാർ. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള. ആദ്യത്തെ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള ബേപ്പൂർ ടു തിരൂർ. ബേപ്പൂർ. അതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. ഞാൻ ഈ ടിക്കറ്റ് ഓരോന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കി അടിച്ച് നോക്കുക. ഈ ടിക്കറ്റ് പോകുന്ന ഓരോന്നും ഓരോ മാർക്കിൻ്റെ. കാരണം ഈ പാഠം വളരെ ചെറിയൊരു പാഠമാണ്. അപ്പോൾ ആ ചെറിയ പാഠത്തിൽ നിന്ന് ഇത്ര മാർക്കിന് ഇടണമെന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ ആ തന്നിരിക്കുന്നതേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയണേ കേട്ടോ. 10 എണ്ണം. ഇതൊക്കെ ആ ജില്ലയെക്കുറിച്ച് എഴുതാൻ നിങ്ങളുടെ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, ടെസ്റ്റിൽ ഇത് എടുത്തിട്ടില്ല കുഞ്ഞുങ്ങളെ. ഈ ഓരോ ജില്ലകളെക്കുറിച്ചും എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്.
10. അടുത്ത 11ാമത്തെ ഏതാ കുഞ്ഞുങ്ങളെ? കോഴിക്കോട്. കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. എന്താ കുഞ്ഞുങ്ങളെ? കേരളത്തിൻ്റെ ശില്പനഗരം, നോൺ സിറ്റി ഓഫ് സ്കൾപ്ചേഴ്സ്. ഇപ്പം നാക്കുളുക്കി പോയി, ഫ്രണ്ട് വല്ലിപ്പോൾ ഊരിപ്പോയി ഇനി എൻ്റെ. നോൺ ദ സിറ്റി ഓഫ് സ്കൾപ്ചേഴ്സ്. അടുത്ത നോൺ ആസ് ദ സിറ്റി ഓഫ് പെർഫ്യൂംസ്, സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാ കുഞ്ഞുങ്ങളെ? കോഴിക്കോട് കേട്ടോ. സുഗന്ധദ്രവ്യങ്ങളുടെ നഗരമാണ് കോഴിക്കോട്. അടുത്ത നമ്മുടെ വയനാട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞതില്ല. നമ്മൾ ഈ വയനാടെന്ന് പറയുമ്പം എഴുതും അല്ലേ? പൊതുവേ നമ്മൾ വയനാട്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വയനാടെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും VAN എന്ന് എഴുതും അല്ലേ? പക്ഷേ W ആണെന്നേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതുപോലെ ഇടുക്കിക്ക് നമ്മൾ എഴുതി വെക്കും, അത് IU ആണ് കേട്ടോ. വയനാടിന് W ആണ് തുടങ്ങുന്നത്. വയനാട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള വയനാടാണ്. റെയിൽവേ ഇല്ലാത്ത ജില്ല മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? റെയിൽവേ ഇല്ലാത്ത ഏതാ കുഞ്ഞുങ്ങളെ? മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. ഏതൊക്കെയാ ഡിസ്ട്രിക്റ്റ്? എന്ത് ചെയ്യുന്നു? റെയിൽവേ ഇല്ലാത്ത ജില്ല, ഡിസ്ട്രിക്റ്റ് വിത്തൗട്ട് റെയിൽവേ ലൈന് ഏതാ? വയനാട് അല്ലേ? കണ്ണൂറിനെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള, ഏറ്റവും കൂടുതലും കുറവും ഒക്കെ നോക്കി വേണേ പഠിക്കാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്. കാസർഗോഡ്, കാസർഗോഡ് കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് കേട്ടോ. ലാൻഡ് ഫോംഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ലാൻഡ് ഓഫ് റിവർ ലാൻഡ് ഫോംഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിൽ അവസാനം രൂപം കൊണ്ടാണ് നമ്മുടെ കാസർഗോഡ്. അപ്പോൾ ഈ ഓരോ ജില്ലയെക്കുറിച്ചും 2-3 സെന്റൻസുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടത് മാത്രമാണ് എഴുതിയേക്കുന്നത്. നോക്കിയേ, ഹൂ ഇസ് ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ? ഒരു മാറി ഇപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ് തരുമോ കുഞ്ഞുങ്ങളെ? ആക്ടിവിറ്റി 1 അല്ലെ ആക്ടിവിറ്റി 2 ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്, ഹൂ ഇസ് ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? യൂറോപ്യൻ്റെ ആരാ കുഞ്ഞുങ്ങളെ? വാസ്കോ ഡ ഗാമ. സ്പെല്ലിംഗ് അറിയണേ, വാസ്കോ ഡ ഗാമ കേട്ടോ. ത്രൂ വിച്ച് ഓഷൻസ് ഡിഡ് വാസ്കോ ഡ ഗാമ മേഡ് ഹിസ് വോയേജ് ആൻഡ് റീച്ച് ഇന്ത്യ ഫ്രം യൂറോപ്പ്? ഇന്ത്യയിലെത്തിയ, അതായത് യൂറോപ്പിൽ നിന്നും ഏത് സമുദ്രമാർഗം വഴിയാണ് ഈ വാസ്കോ ഡ ഗാമ നമ്മുടെ ഇന്ത്യയിലെത്തിയത്? എങ്ങനെയാണ് അദ്ദേഹം വന്നത്? എങ്ങനെയാ കുഞ്ഞുങ്ങളെ? യൂറോപ്യൻകാരനാണല്ലോ അദ്ദേഹം. എങ്ങനെയാണ് വന്നത്? ഇന്ത്യൻ സമുദ്രമാർഗത്തിലൂടെയാണ് കേട്ടോ. എങ്ങനെയാണ് വന്നത്? അതായത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഇന്ത്യൻ മഹാസമുദ്രം. ഏതാണ്? എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രം. വാസ്കോ ഡ ഗാമയുടെ പേര് മറന്നുപോലെ, പേരല്ല എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും എഴുതാൻ അറിയണേ കേട്ടോ. അതുപോലെ എങ്ങനെയാ വന്നത്? ഇന്ത്യൻ മഹാസമുദ്രം കേട്ടോ. സ്മാളസ്റ്റ് കോണ്ടിനെന്റ്, ഒരു മാർക്കിൻ്റെ ചോദ്യം ഏതാ? എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും പറയുന്നത് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയെടുത്താന്ന് കേട്ടോ. അതുകൊണ്ട് ഇത് മാത്രമേ നിങ്ങൾ അങ്ങ് പഠിച്ചിട്ട് പോകണം. ഏറ്റവും വലിയ കോണ്ടിനെന്റ്, ഏറ്റവും ചെറിയ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏതാ? എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് അല്ലേ? സ്മാളസ്റ്റ് കോണ്ടിനെന്റ്, ചെറിയ വൻകര ആസ്ട്രേലിയ. രണ്ടാമത്തെ ഏറ്റവും വലിയ വൻകര ആഫ്രിക്ക. ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ഞാൻ മുമ്പ് നിങ്ങളുടെ ടെസ്റ്റിലെ ആ ചാപ്റ്ററിനകത്തിൽ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനെ സൂചിപ്പിക്കാൻ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെള്ളത്തെ കാണിക്കാൻ വെള്ളം കേട്ടോ. വാട്ടറിനെ കാണിക്കാൻ നീല കളറാണ് ഉപയോഗിക്കുന്നത്. ഹൂ ഈസ് കാർട്ടോഗ്രാഫർ? ആരാണ് ഈ കാർട്ടോഗ്രാഫർ? ആരാ നിങ്ങളെ കാർട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ? ദ പേഴ്സൺ ഹൂ പ്രിപ്പയർഡ് എ മാപ്പ് ഈസ് നോൺ ആസ്. ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കുമല്ലോ. ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കുന്നവരെ പറയുന്ന പേരാ എന്താണ്? കാർട്ടോഗ്രാഫർ. ഇതുവരെ ഉള്ളത് കണ്ടോ എന്ത് വന്നാൽ ഞാൻ സൂം ചെയ്തില്ലായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സൂം ചെയ്ത് എഴുതിക്കൂടെ? ആരാണ് കാർട്ടോഗ്രാഫർ? ഹൂ ഈസ് കാർട്ടോഗ്രാഫർ? ദ പേഴ്സൺ ഹൂ പ്രിപ്പയർഡ് മാപ്പ് ഈസ് നോൺ ആസ് എ കാർട്ടോഗ്രാഫർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടോഗ്രാഫർ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ. ഡെറാഡൂൺ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഡെഹ്റാഡൂൺ സ്പെല്ലിംഗ് അറിയണേ. ഡെഹ്റാഡൂൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഡെറാഡൂൺ എന്ന് എഴുതുന്നത് H ഉണ്ട് അവിടെ കേട്ടോ. ഇത് എവിടെ? ഉത്തരാഖണ്ഡിൽ. ഇത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്തിനെയാ? ഉത്തർപ്രദേശ് കേട്ടോ. ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ പഞ്ചാരക്കിണ്ണം അല്ലേ? ഇന്ത്യയുടെ പഞ്ചാരക്കിണ്ണം എന്നറിയപ്പെടുന്ന ആരെയാ? പഞ്ചസാരക്കിണ്ണം എന്നാ കേട്ടോ. ഉത്തർപ്രദേശ്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ മാത്രം ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ മാത്രമാണിത്. ഓരോ മാർക്കിൻ്റെയോ അല്ലെ ഈ രണ്ട് മാർക്ക് ആയാലോ അല്ലെ ആക്ടിവിറ്റി 1, 2, 3 എന്നും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ ആണോ?
അതിനകത്ത് തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഓഷനുകൾ ഏതല്ല ഓഷൻ ഏതാ 5 ഓഷൻ ഉണ്ട് അല്ലേ. പെസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, ആർട്ടിക് ഓഷൻ, അന്റാർട്ടിക് ഓഷൻ അല്ലേ. ഇങ്ങനെ ഓഷനുകളുണ്ട്. ഇനി കോണ്ടിനെന്റുകളുണ്ട്. ഈ ഓഷനുകളെ കുറിച്ച് എല്ലാം ഈ രണ്ട് വരി ടെസ്റ്റിൽ വൃത്തിയായിട്ട് ബോക്സിനകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഓഷനുകളെ കുറിച്ച് ഈ 2 വരി പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഓഷനുകളെ കുറിച്ച് ഞാൻ എഴുതാഞ്ഞത് ടെസ്റ്റിലും നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് വേണേ പോകാൻ. കോണ്ടിനെന്റുകൾ എന്ന് വെച്ചാൽ ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ അതിവിശാലമായ കരഭാഗങ്ങൾ അല്ലേ. കരഭാഗങ്ങളാണ് വൻകരകൾ അല്ലേ. അഥവാ വൻകരകളുടെ വേറൊരു പേരാണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെന്റ്. There are vast land areas along with oceans. Such vast stretch of land masses are called continent. ഒരു മാർക്കിന് ചോദിക്കുക എന്താ കോണ്ടിനെന്റ് കേട്ടോ. ഒറ്റ വരിയേ ഉള്ളൂ, എല്ലാം ഓരോ വരിയേ ഉള്ളൂ. ലോകത്തിലെ എത്ര വൻകരകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടോ ചോദികളെ വൻകരകൾ? മൊത്തം 7 എണ്ണമാണ് കേട്ടോ. ഇതും എന്താ ഈ 7 എണ്ണത്തിന് ഒരെണ്ണത്തിന് അരമാർഗം വെച്ചാണെങ്കിൽ തന്നെ എത്ര 3.5 മാർഗം അല്ലേ. ഏതൊക്കെയാണ് നിങ്ങളെ കോണ്ടിനെന്റ്? ഏഷ്യ ഒന്നാമത്തെ കേട്ടോ, ഏഷ്യ നമ്പർ കറക്റ്റായിട്ട്. രണ്ടാമത്തത് ആഫ്രിക്ക. 3 നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓക്കെ ആണോ? ഈ ഓഷനുകൾ 5 എണ്ണം പഠിച്ചിരിക്കണം. കോണ്ടിനെന്റ് കേട്ടോ, ഈ വൻകരകൾ അല്ലേ. കോണ്ടിനെന്റുകൾ ഏതെല്ലാമാണ്? ഓഷൻ 5 എണ്ണവും കോണ്ടിനെന്റ് 7 എണ്ണമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അത് കറക്റ്റായിട്ട് എൻ്റെ പേരുകളും പഠിച്ചിട്ട് പോണേ. അപ്പോൾ ഇത് ഇത്രയും പ്രധാനപ്പെട്ടത് ഇത്രയാണ് ആ ചാപ്റ്ററിനകത്തിൽ തന്നിരിക്കുക. നമുക്ക് ഓരോ ചാപ്റ്റർ വെച്ചും പോവാം. ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമാണ് ഇത്രയും. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഞാൻ അതിനകത്തിലെ കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ 4 ചാപ്റ്ററിനകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് എളുപ്പം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാഠത്തിലോട്ട് കയറാം. ഈ 1 വേർഡ് നല്ലതുപോലെ അറിയണം. ഹൗ മെനി ഡിസ്ട്രിക്റ്റ് ആർ ദെയർ ഇൻ കേരള? കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. വാട്ട് ആർ ദ മേജർ റെയിനി സീസൺ ഇൻ കേരള? ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ എഴുതിയെടുത്തോണം. കേരളത്തിലെ പ്രധാന മഴ കാലങ്ങൾ ഏതെല്ലാം? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ കേട്ടോ. ഇതെല്ലാം പ്രധാനപ്പെട്ടയാണ്. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭവങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആര്? ഹൂ സ്റ്റാർട്ടഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷുകാർ. ആരാ നിങ്ങളെ? ബ്രിട്ടീഷുകാർ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത? വിച്ച് ഈസ് ദ ഫസ്റ്റ് റെയിൽവേ ഇൻ ഇന്ത്യ? ബോംബെ ടു താനെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം. നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് ഇത്. PSC പരീക്ഷയ്ക്കൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത അല്ലെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് റെയിൽവേ ഇൻ ഇന്ത്യ? ഏതാ? ബോംബെ ടു താനെ, ബോംബെ മുതൽ താനെ വരെ. ആദിമ മനുഷ്യർ ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്തുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിരുന്നത്? എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് പ്രിമിറ്റീവ് മാൻ എക്സ്പ്രസ് ഐഡിയ? എങ്ങനെയായിരുന്നു? ത്രൂ ബോഡി ഫേഷ്യൽ മൂവ്മെന്റ് ആൻഡ് സൗണ്ട്. അവർ മുഖ ചലനങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ശബ്ദങ്ങളിലൂടെയുമായിരുന്നു അവർ എന്ത് ചെയ്യുന്നത്? ആശയങ്ങൾ, ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നത്. എങ്ങനെയാ? ത്രൂ ബോഡി ഫേഷ്യൽ മൂവ്മെന്റ് ആൻഡ് സൗണ്ട്. മുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയുമായിരുന്നു കേട്ടോ. അത് 2 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ഹൗ ഡിഡ് ദേ എക്സ്ചേഞ്ച് ഐഡിയ വിത്ത് ദ പീപ്പിൾ ഇൻ ഡിസ്റ്റിങ്ക്ട് ലാൻഡ്? വിദൂര ദേശങ്ങളിലുള്ളവരുമായിട്ട് ആശയങ്ങൾ പണ്ടുള്ളവരെങ്ങനെയായിരുന്നു? ദൂരെയുള്ളവരുടെ അടുത്ത് ഇപ്പോൾ കാര്യം പറയാൻ പറ്റത്തില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് എങ്ങനെയായിരുന്നു? അവർ തീയും പുകയും ഒക്കെ ആയിരുന്നു അടയാളമായിട്ട് കണ്ടിരുന്നത്. അതായത് ഫയർ ആൻഡ് സ്മോക്ക് വെയർ യൂസ്ഡ് ആസ് എ സൈൻ. എങ്ങനെയായിരുന്നു? തീയും പുകയുമായിരുന്നു അവർ അടയാളമായിട്ട് കാണിച്ചിരുന്നത്. ഈ 7 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതിക്കോണേ. 8ാമത്തത് ദ മേജർ പോർട്ട് ഇൻ കേരള. കേരളത്തിലെ തുറമുഖങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ. കേരളത്തിലെ 2 തുറമുഖങ്ങളുടെ പേരാണ് വിഴിഞ്ഞം കേട്ടോ, കൊച്ചി. ഇത് 2 എണ്ണം. തിരുവനന്തപുരത്തെ വിഴിഞ്ഞവും കൊച്ചി. ഇന്ത്യയുടെ മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്ത്യയുടെ പഞ്ചാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഷുഗർ ബൗൾ ഓഫ് കേരള. വാസ്കോഡഗാമ എന്ന് കേൾക്കുമ്പോഴേ അദ്ദേഹം ഒരു പോർച്ചുഗീസ് നാവികനാണ്. അതൊക്കെ ഫില്ലപ്പിന് ചോദിക്കും അല്ലെ, മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് കേട്ടോ, A B എന്നിട്ട് വരച്ച് മാച്ച് ചെയ്യാൻ ചോദിക്കത്തില്ലേ, അത് വാസ്കോഡഗാമ എന്ന് കേൾക്കുമ്പോഴേ ഒരു പോർച്ചുഗീസ് ട്രാവലർ നാവികനായിരുന്നു. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം ഏതാണ്?
നമുക്ക് ഗതാഗതം 3 എണ്ണം ഉണ്ട് അല്ലേ? ഏതാ? വാട്ടർ, എയർ, ലാൻഡ്. അതിനെ ആ ചാപ്റ്റർ എടുത്തില്ല നമ്മൾ, അതെടുക്കാൻ പോവുക. അപ്പം അതിനകത്തിൽ ഏറ്റവും വേഗത നമുക്ക് കേൾക്കുമ്പോഴേ അറിയതാ എയർ ട്രാൻസ്പോർട്ട് അല്ലേ, വ്യോമ ഗതാഗതം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതം ഏതായിരിക്കും? വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം അല്ലേ. ഇനി ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക എന്താണ് ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ? എന്താവും നിങ്ങളെ? ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ കൊമേഴ്സ്. നെറ്റിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് കേട്ടുമൊക്കെ അല്ലേ, ഇപ്പം എല്ലാം ഉണ്ടല്ലോ ഇതൊക്കെ ഇല്ലേ, ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് എണ്ണം ഉണ്ടല്ലേ. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസിങ് ഇന്റർനെറ്റ്. കേട്ടോ, 1 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങളെ ഇ കൊമേഴ്സ് എന്നാൽ എന്ത്. 13 ക്വസ്റ്റ്യൻ ആൻസറും നല്ലപോലെ അറിയണം. എല്ലാം 1 വേർഡായിട്ട് തന്നെങ്കിലും അത് 2 മാർക്കിനും ചോദിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട് ഇതിനകത്ത്. കേട്ടോ, അടുത്ത കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? മുമ്പ് ഞാൻ ചോദിച്ചായിരുന്നു കേരളത്തിൽ റെയിൽവേ ഇല്ലാത്തത്. വയനാട്, ഇടുക്കി. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു വയനാട് എന്ന് എഴുതുമ്പോൾ എല്ലാവരും വി ആണ് എഴുതി വെക്കുന്നത്, W ആണെന്ന് ഓർത്തോണം. ഇടുക്കിക്ക് എല്ലാവരും ഇ എന്ന് എഴുതി വെക്കും, അതെന്താ I ആണ്. ആ 2ന്റെ സ്പെല്ലിങ് ഓർത്തോണം നിങ്ങളെ, വയനാട്, ഇടുക്കി. കേട്ടോ, കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത 2 ജില്ലയാണത്. ഡാഷ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ, അതായത് ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കോമ്പസ് ആണ് അല്ലേ, വടക്ക് നോക്കി യന്ത്രം. ഡാഷ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദി എർത്ത്. എന്താണ് സ്പെറിക്കൽ മോഡൽ ഓഫ് ദി എർത്ത്? ഗ്ലോബ് ആണ് അല്ലേ. ഗോളാകൃതിയിലുള്ള അല്ലേ ഭൂമിയുടെ മാതൃകയാണ് അതായത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അപ്പോൾ നോക്കിയോ നിങ്ങളെ, എന്താ? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്, എ സ്പെരിക്കൽ മോഡൽ ഓഫ് ദ എർത്ത്. ഡാഷ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ആർ ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫസ് ഡാഷ് എന്താ മാപ്പ്. അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഗ്ലോബും മാപ്പും തങ്ങളുടെ ഡിഫറൻസ് പറഞ്ഞതാ അല്ലേ, അറിയാമല്ലോ. ഇനി അത് പറയണ്ടല്ലോ നിങ്ങളെ. അടുത്തത് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന നിങ്ങളെ, ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏഷ്യയാണ്, സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ഓസ്ട്രേലിയയാണ്. ഏറ്റവും വലിയ വൻകര ഏഷ്യയും ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയുമാണ്. തിരിഞ്ഞു പോവല്ലേ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. മുമ്പേ നമ്മൾ പറഞ്ഞല്ലേ, സ്പെല്ലിംഗ് മറക്കല്ലേ. ഹു ഈസ് ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇൻ ഇന്ത്യ? അത് മുമ്പേ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. കേട്ടോ, വാസ്കോ ഡ ഗാമ. ഹു അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ? ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? പ്രസിഡന്റ്. കേട്ടോ, പ്രസിഡന്റ്. ഹു അപ്പോയിന്റ് ദ അതുപോലെ തന്നെ ഹു ഈസ് ദ ഹെഡ് ഓഫ് നേഷന്? പ്രസിഡന്റ്. അതൊക്കെ ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ? അതൊക്കെ പഠിക്കണേ. അപ്പോൾ ആ ചാപ്റ്ററിലെ ഏകദേശം എല്ലാം കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ ആവും നിങ്ങളെ 5ാമത്തെ ചാപ്റ്റർ ഫുൾ പറഞ്ഞു, ഏകദേശം 1 വേർഡ് ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞു. 6ാമത്തെ ചാപ്റ്റർ പീപ്പിൾ ബൈ ദ പീപ്പിൾ. ഞാൻ എളുപ്പം പറഞ്ഞു, കാരണം മറ്റേ പാഠം കൂടി എടുക്കണം. വാട്ട് ഡിമാൻഡ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത് ഡിഡ് ദ ചിൽഡ്രൻസ് റേസ് ഇൻ ദ പാർലമെന്റ്? നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെന്റിൽ ഉന്നയിച്ചത്? കൺസ്ട്രക്ഷൻ ഓഫ് ഫുട്പാത്ത്, നടപ്പാതകൾ പണിയുക, സ്ലാബ് കവർ ടു ഡ്രെയിൻ, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, ഇൻസ്റ്റാളിംഗ് സ്ട്രീറ്റ് ലൈറ്റ്, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മേക്കിംഗ് പാർക്കുകൾ സ്ഥാപിക്കുക. അടുത്ത 2, ഡിസ്കസ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ അപ്പ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വിദ്യാലയത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നല്ല ടോയ്ലറ്റുകൾ, വെൽ എക്വിപ്ഡ് കമ്പ്യൂട്ടർ ലാബ്, ലബോറട്ടറികൾ, സ്പോർട്സ് ഗ്രൗണ്ട് ഫോർ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ ആൻഡ് വോളിബോൾ എന്നിവയൊക്കെ ഉള്ള മൈതാനങ്ങളും. കേട്ടോ, 2. അടുത്ത where are developmental activities in each area are discussed and decided? ഓരോ പ്രദേശത്തെയും വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും എവിടെ വെച്ചാണ്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഹൗ വിൽ പീപ്പിൾ ഗെറ്റ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവേൺസ്? ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കണം? ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായിരിക്കണം. വാട്ട് ഈസ് എ ഡെമോക്രസി? എന്താണ് ജനാധിപത്യം? ഉറപ്പായിട്ടും 2 മാർക്കിന്റെ ചോദ്യമാണ്. ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസെൽസ് ഓർ their elected representatives make decisions on administrative matters is called democracy. ജനങ്ങൾ നേരിട്ടോ അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഞാൻ സ്പീഡിൽ പോകാൻ നിങ്ങളെ, നമുക്ക് എല്ലാം നോക്കണ്ടേ. അടുത്ത ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ് ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം such as ഏതൊക്കെ? ഗ്രാമപഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയ ആൻഡ് ആൾസോ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഇൻ അർബൻ ഏരിയ.
അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പിന്നെ ഗ്രീസിനെ കുറിച്ചും ഇംഗ്ലണ്ടിനെ കുറിച്ചും നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഈ 2 വരി ഒന്ന് പഠിച്ചിട്ട് പോണേ കുഞ്ഞുങ്ങളെ. ഇനി എന്താണ് ഗ്രാമസഭകൾ എന്നാൽ എന്താണ്? ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ കേട്ടോ. ഈ ഓരോ ചാപ്റ്ററിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നും അറിയപ്പെടുന്നു. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഗ്രാമസഭകൾ എന്നാൽ എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? എന്താണ് ഗ്രാമപഞ്ചായത്ത്? ദ സ്മാളസ്റ്റ് ലോക്കൽ ബോഡി അറ്റ് ദ വില്ലേജ് ലെവൽ അല്ലേ? A panchayat shall have a panchayat president, vice president, 4 standing committee chairman and panchayat members. Gram Sabha meet to ensure public participations. The panchayat administration committee is headed by the president and vice president. The village is divided into ward. One person from each ward elected as a ward member through voting right. അല്ലോ മനസ്സിലായോ നിങ്ങളെ? അതായത് ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ഗ്രാമസഭകൾ ചേർന്നു. പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണ്. ഗ്രാമത്തെ വാർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓരോ വാർഡിൽ നിന്നും ഒരംഗത്തെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നു കേട്ടോ. എഴുതിയെടുക്കണേ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതുപോലെ തന്നെയാണ് എന്താ വാർഡ് സഭ. എന്താ നിങ്ങളെ? വാർഡ് സഭ എന്താണ് വാർഡ് സഭ നോക്കിക്കേ. വാർഡ് കൗൺസിൽ ഈസ് ദ പ്ലാറ്റ്ഫോം ഫോർ ഫൈനലൈസിംഗ് ഡെവലപ്മെന്റ് വർക്ക് ഇൻ സിറ്റീസ്. ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷൻസ് ആർ ആൾസോ നോൺ ആസ് കൗൺസിലേഴ്സ് ഓഫ് ഇൻ സിറ്റീസ്. ദ വാർഡ് കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ ദ റെപ്രസെന്റേഷൻ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഫ്രം ദി വാർഡ്. എന്താ? നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് വാർഡ് സഭ. എല്ലാത്തിൻ്റെയും ചെറിയത് നോക്കി 2-3 പോയിന്റ് എഴുതിയതാ. നിങ്ങൾ അതുപോലും ഇനി വലുതാണെന്നും പറഞ്ഞ് കളയല്ലേ കുഞ്ഞുങ്ങളെ. പൊതുവേ ഈ പഞ്ചായത്ത് കാര്യങ്ങളും ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു 2-3 വരിയെങ്കിലും എഴുതിയെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് വാർഡ് സഭ. ജനാധിപത്യ പ്രതിനിധികൾ നഗരങ്ങളിൽ കൗൺസിലർമാർ എന്നറിയപ്പെടുന്നു. വാർഡ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർഡിൽ നിന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുമാണ്. അപ്പം ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളംകാര് മലയാളം എഴുതിയെടുക്കുക. അടുത്ത എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭ എന്നാൽ എന്താണ്? എന്താ നിങ്ങളെ? നിയമസഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് ഈസ് എ ലീഗൽ അസംബ്ലി ടു മേക്ക് ലോസ് ഫോർ ദ പീപ്പിൾ ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ ഓഫ് എ കൺട്രി. ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ കാൾഡ് ലെജിസ്ലേച്ചർ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതും ചോദിക്കാം കേട്ടോ. ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം അല്ലേ. ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ നോൺ ആസ് ആരാ? MLA. ദ ടേംസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി 5 years. എല്ലാം മനസ്സിലായോ? അതായത് ഒരു രാജ്യം അതിലെ ഒരു പ്രത്യേക പ്രദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനുള്ള നിയമപരമായ അധികാരമുള്ള യോഗമാണ് നിയമസഭ. എന്താണ് നിയമസഭ എന്ന് കണ്ടോ? ഇനി നിയമസഭയിലെ അംഗങ്ങളെ എന്ത് പറയും? നിയമസഭാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. കേരളത്തെ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ. തിരുവനന്തപുരമാണ് ആസ്ഥാനം. നിയമസഭ പ്രതിനിധികൾ MLA എന്നറിയപ്പെടുന്നു, മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ. നിയമസഭയുടെ കാലാവധി 5 വർഷമാണ്. അത് ചിലപ്പോൾ ഒരു മാർക്ക് ചോദിക്കാം കേട്ടോ. ദ കൺട്രീസ് ദാറ്റ് ഹാവ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഇന്ത്യ, കാനഡ, മെക്സിക്കോ, ഇറ്റലി, ജർമ്മനി. ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. ഇന്തോനേഷ്യയും കൂടെ ഉണ്ട് അല്ലേ? ഇന്തോനേഷ്യ. ഓക്കെ. അടുത്ത എന്താണ് ഗ്രാമസഭ? ഗ്രാമസഭ ആറ് പ്ലാറ്റ്ഫോം വേർ ഓൾ ദ ഗ്രാമപഞ്ചായത്തും ഗ്രാമസഭയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഗ്രാമസഭ ആറ് പ്ലാറ്റ്ഫോം വേർ ഓൾ ദ
people get a chance to participate and take a decision in the administrative and developmental process of a locality. All the peoples whose name are included in the electoral roll of each ward of a ഗ്രാമപഞ്ചായത്ത് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഗ്രാമസഭയുടെ അധ്യക്ഷൻ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല നമ്മുടെ ഗ്രാമസഭകൾക്കാണ്. ഗ്രാമത്തിലെ 18 വയസ്സ് പൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഗ്രാമസഭയിൽ ഉൾപ്പെടുന്നു. ഗ്രാമസഭയിൽ വെച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ അസാധുവാക്കാനൊട്ട് കഴിയത്തുമില്ല. ഓക്കെ ആണോ? ഗ്രാമസഭ ആർ റെസ്പോൺസിബിൾ ഫോർ സെലക്ടിംഗ് ബെനിഫിഷ്യറീസ് ഫോർ വേരിയസ് വെൽഫെയർ സ്കീം. ഗ്രാമസഭ മെമ്പേഴ്സ് ആർ നോട്ട് ഇലക്റ്റഡ്. ഡിസിഷൻ ടേക്കൺ ഇൻ ദ ഗ്രാമസഭ കനോട്ട് റിവോക്ഡ്. കേട്ടോ, അതായത് ഈ ഗ്രാമസഭയുടെ നമ്മൾ ഒരുപാട് എഴുതിയതാണ് കേട്ടോ. അതിൻ്റെ ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്കുന്നൊരിത് കേട്ടോ. ഇംഗ്ലീഷ് മലയാളമൊക്കെ വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണല്ലോ. 9. ഇനി അടുത്ത ഡയറക്റ്റ് ഡെമോക്രസി, അതുപോലെ ഇൻഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഡയറക്റ്റ് ഡെമോക്രസി ഈസ് സിസ്റ്റംസ് വെയർ സിറ്റിസൺ ഡയറക്ട്ലി വോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ. അല്ലെ, പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്. എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻസ്. ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ടേക്ക് ഡിസിഷൻസ്. എന്ന് വെച്ചാൽ എന്താ? ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നതാണ് പ്രത്യക്ഷം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രധാന തീരുമാനങ്ങൾ ജനങ്ങളാണ് എടുക്കുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? നിങ്ങളെ ജനങ്ങളാണ്. എന്നാൽ പരോക്ഷമോ? ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഈ പരോക്ഷം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് തീരുമാനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആരാണോ അവരാണ് ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി. ഇമ്പോർട്ടന്റ് ആണ്, ടെസ്റ്റ് കിടപ്പുണ്ട്. ദ സുപ്രീം പവർ ബിലോങ് ടു ദ പീപ്പിൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പാണ്. ദ റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാളിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. 4 ക്യാരക്ടറിസ്റ്റിക്സിന് 4 മാർക്ക് കുഞ്ഞുങ്ങൾ കേട്ടോ. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് ടെസ്റ്റിലും കിടപ്പുണ്ട്, മലയാളവും ഇംഗ്ലീഷും ഇതിലും കിടപ്പുണ്ട് കേട്ടോ. 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? അതും ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സാർവത്രിക പ്രായപൂർത്തി അവകാശം കേട്ടോ. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ ഏവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻ ഫോർ എവരിവൺ ഹു ഹാസ് റീച്ച്ഡ് എ സർട്ടൻ ഏജ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ ഏവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 18 വയസ്സാക്കി മാറ്റുകയും ചെയ്തു. വാട്ട് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആർ ഗിവൺ ഓൺ ദ നോട്ടീസ് ബോർഡ് റിലേറ്റഡ് ടു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻസ്? സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ നിങ്ങൾ തയ്യാറാക്കുന്നത്? അതൊക്കെ ലാസ്റ്റിലത്തെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 5 മാർക്കിന് ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് സ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിവരങ്ങളാണ് നോട്ടീസ് ബോർഡ് നോക്കിയേ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് പോളിംഗ്, കൺട്രീസ് ഓഫ് വോട്ട് ആൻഡ് എന്താ വെച്ചാൽ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. എന്താ നിങ്ങളെ ഇതെന്തു പറഞ്ഞേ? ആദ്യമേ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം, പിന്നെ പേരുള്ള നാമനിർദ്ദേശന പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ പിൻവലിക്കാനുള്ള തീയതിയാണ് 3ാമത്. പിന്നെ സ്ഥാനാർത്ഥികളുള്ള അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഇതാണ് 4ാമത് വരുന്നത്. പിന്നെ അവർ വോട്ടെടുപ്പിന്റെ തീയതി പ്രസിദ്ധീകരിക്കുന്നു. ലാസ്റ്റിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ. എല്ലാം ഇമ്പോർട്ടൻ്റ് എന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് യു മീൻ ബൈ ദ ഇലക്ഷൻ? എന്തുവാണ് ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ? ഇലക്ഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് റൂൾ ആൻഡ് ഇലക്റ്റഡ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്താണ്? ആൾ ആർ റെപ്രസെന്റഡ്. ഗവൺമെന്റ് ആർ ഫോംഡ്. റൂളേഴ്സ് ആർ മോൾഡഡ്. ദ സ്ട്രെങ്തൻ ഡെമോക്രസി. എഡ്യൂക്കേറ്റഡ് വോട്ടേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കപ്പെടുന്നു എന്നിവയാണ്. വാട്ട് ആർ ദ ചീഫ് ക്യാരക്ടർ
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതകൾ. ഇറ്റ് പ്രൊവൈഡ് ദ ഫ്രീഡം ടു ചൂസ് വൺസ് ഫുഡ്, ക്ലോത്തിങ്, പ്രൊഫഷൻ ആൻഡ് ആൾസോ ദ ലിബർട്ടി ഓഫ് എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിന്റെ സവിശേഷതയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡസ് ഡെമോക്രസി ബിക്കം മീനിങ്ഫുൾ? ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ഈ ചാപ്റ്ററിൽ ആകെ 20 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഡെമോക്രസി ബിക്കം മീനിങ്ഫുൾ വെൻ ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ് ടു റിസോഴ്സസ് ആർ ആൾസോ പ്രൊവൈഡഡ് ടു ആൾ. എന്താവും നിങ്ങളെ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്തോ അർത്ഥമാക്കുന്നത്? കൂട്ടായ തീരുമാനങ്ങൾ, അല്ലെ, തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യ അവകാശം എന്നീ സാഹചര്യങ്ങൾ അനുഭവ വേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം ഒരു അർത്ഥപൂർണ്ണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. നമുക്കിനി 2 ചാപ്റ്ററുണ്ട്. ഓക്കെ, അടുത്ത കുഞ്ഞുങ്ങളെ, നമ്മുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 7ാമത്തെ ചാപ്റ്റർ. വാഹനം വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഹിച്ചുകൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. മനുഷ്യൻ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്നത് യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അത് ഞാൻ അടുത്തതിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത നോക്കുന്നേ, വാഹനങ്ങൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? വിനോദത്തിനായിട്ട് നമ്മൾ ട്രാവലർ ഉപയോഗിച്ചു, സഞ്ചാരത്തിനായിട്ട് ബസ്, ഇത് വൺ വേർഡിന് ചോദിക്കുന്നതാണ്. അഗ്രികൾച്ചർ ട്രാക്ടർ ഉപയോഗിക്കുന്നു, ഡിഫൻസിനായിട്ട് ആർമോർഡ് ടാങ്ക് ഉപയോഗിക്കുന്നു, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് ബുൾഡോസർ ഉപയോഗിക്കുന്നു, അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് ഷിപ്പ് ഉപയോഗിക്കുന്നു. ഹൂ സ്റ്റാർട്ടഡ് ദ റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാരാണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് റെയിൽവേ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബോംബെ മുതൽ താനെ വരെയാണ്. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ല ഇടുക്കി, വയനാടും. ഇത് നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഈ ചാപ്റ്ററിലാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കാനുള്ള കാരണം. വാട്ട് ഈസ് ദ റീസൺസ് ഫോർ സ്റ്റാർട്ടിംഗ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ? റെയിൽ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ആസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും യൂറോപ്പിലേക്ക് കടൽമാർഗം കൊണ്ടുപോകുന്നതിനായി ഇവ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് ഇന്ത്യൻ റെയിൽ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിച്ചത്. ചിലപ്പോൾ അത് 3 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും നിങ്ങൾ കേട്ടോ. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോവാ. റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്തെല്ലാം? ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. 3 ഗതാഗതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. റെയിൽ ഗതാഗതം, വാട്ടർ ഗതാഗതം, അതുപോലെ തന്നെ ലാൻഡ്, അല്ലെ, ലാൻഡ്, എയർ, വാട്ടർ. ഈ 3 അഡ്വാൻറ്റേജ് ഒരു 4 പഠിച്ചിട്ട് പോയേ ഒക്കത്തുള്ളൂ. അതായത് ഒന്നാമത്തെ ഏതാ കുഞ്ഞുങ്ങളെ? റെയിൽ ട്രാൻസ്പോർട്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതം, ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. കൂടുതൽ പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായകമാണ്. ടു പ്ലേ ദ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ കൺട്രി. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 പേര് പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തത്, വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യൻ ജലഗതാഗതം ആശ്രയിച്ചിരിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്ക് നീക്കത്തിന്, മത്സ്യബന്ധനത്തിന്, വിനോദസഞ്ചാരത്തിന്. എല്ലാത്തിനും ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ. അടുത്ത, നെയിം ദ മേജർ പോർട്ട് ഇൻ കേരള? കേരളത്തിലെ പ്രധാന തുറമുഖം മുമ്പ് പറഞ്ഞല്ലേ, വിഴിഞ്ഞം, തിരുവനന്തപുരം, കൊച്ചി, എറണാകുളം, അല്ലെ, അതായത് തിരുവനന്തപുരവും എറണാകുളവുമാണ്. ഹൗ ഡിഡ് മാൻ മേക്ക് ദ ഫസ്റ്റ് ബലൂൺ ജേർണി? എങ്ങനെയാണ് മനുഷ്യൻ ആദ്യകാല ബലൂൺ യാത്രകൾ നടത്തിയത്? ഹോട്ട് എയർ ബലൂൺസ് വേർ യൂസ്ഡ് ഇൻ ദ ഏർലി ഡേയ്സ്. ദേ സ്റ്റാർട്ടഡ് യൂസിങ് ലെസ് ഡെൻസ് എയർ ബബിൾസ്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഏതൊക്കെ തരത്തിലുള്ള വിമാനങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ആർ യൂസ്ഡ് ടുഡേ? ഏതാ? ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ. കേട്ടോ, അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കുഞ്ഞുങ്ങളെ. ഓക്കെ, അടുത്ത, മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം 1 മാർക്കിന്റെ ആണ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. മക് ആദം റോഡുകൾ. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളറുകൾ, മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളെ എന്ത് പേരാണ് അറിയപ്പെടുന്നത്? മക് ആദം റോഡുകൾ. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യ. കരയിലൂടെയുള്ള ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ഏറ്റവും വേഗതയേറിയത് ഏതാണെന്ന് ചോദിച്ചാൽ വ്യോമഗതാഗതം, എയർ, അല്ലെ. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരാളിലേക്ക് കൈമാറുന്നതിനെയാണ് നമ്മൾ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 1 മാർക്കിന്റെ ആണ്. ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറിയിരുന്നത് ശരീരമുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയുമാണ്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനെ നമ്മൾ ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നു. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനെ വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. രണ്ടുകൂടെ തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാം. ബഹുജന ആശയവിനിമയവും വ്യക്തിഗത ആശയവിനിമയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
എന്നുള്ളതാണ് കേട്ടോ. അത് എഴുതിയെടുക്കണേ. ഇപ്പം അതിനകത്തിൽ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ദാറ്റ് ആർ ഫീച്ചേഴ്സ് ഓൺ ദ സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ, ടെസ്റ്റിലെ സ്റ്റാമ്പുകളിൽ കാണപ്പെടുന്ന വാഹനങ്ങൾ മീന പ്ലാങ്കും, സൈക്കിൾ റിക്ഷോ, ഡബിൾ ഡെക്കർ ബസ്, അല്ലെ സ്കൂൾ റിക്ഷോ, ബസ്, ഷെവർലെറ്റ് കാർ എന്നിവയൊക്കെ ആയിരുന്നു. വട്ട് യു മീൻ ബൈ ദ വെഹിക്കിൾ നമ്മൾ പറഞ്ഞല്ലേ, വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനമാണ് വാഹനങ്ങൾ. വാട്ട് വെയർ ദ യൂസ്ഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വെഹിക്കിൾ ഇൻ ദ പാസ്റ്റ്? പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആനിമൽസ് ലൈക്ക് എലിഫന്റ്, ഹോഴ്സ്, ബുള്ള് ആൻഡ് ക്യാമൽ അല്ലേ. അടുത്തത് ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾ? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നത്? ഫോർ ട്രാവലിംഗ്, ഫോർ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഡിഫൻസ്, അഗ്രികൾച്ചർ, ഫോർ റിസർച്ച്, ഫോർ മൈനിങ്. മലയാളം ഉണ്ടാവും നിങ്ങളെ. ഹൗ മൈറ്റ് ഹ്യൂമൻ ഹാവ് മെറ്റ് ദെയർ നീഡ്സ് ഫോർ ബിഫോർ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾ? വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പേ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് എങ്ങനെയൊക്കെയായിരുന്നു? ഓൺ ഫൂട്ട്, കാൽനടയായിട്ടും തലച്ചുമടായിട്ടും മൃഗങ്ങളുടെ പുറത്തും ഒക്കെ വെച്ചായിരുന്നു കൊണ്ടുപോയിരുന്നത്. വാട്ട് വെയർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്? ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു ഇല്ലേ? ദ ഗ്രോത്ത് എങ്ങനെയൊക്കെയാ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ, രണ്ടുകൂടെ വായിച്ച സമയം പോവും. യാത്രകൾ ദുഷ്കരമായിരുന്നു. വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യന്റെ അധ്വാനവും കൂടുതലായിരുന്നു. ഓക്കെ, 6 എടുത്തേ. The image given show how wheels were used for transportation in the past. What information can be obtained from this? ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചുകൊണ്ട് ആദ്യമേ പോയി അല്ലേ. പിന്നോ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് പിന്നീട് അവർ വലിച്ചുകൊണ്ടുപോയി. പിന്നോ വണ്ടികൾ ചരക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് അവർ ഉപയോഗിച്ചു. മനുഷ്യർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനായി ചക്രങ്ങളിൽ ഉപയോഗിക്കുന്നു. ആ 4 ചിലപ്പോൾ നിങ്ങളെ ഷഫിൾ ചെയ്ത്, അതായത് തിരിച്ചും മറിച്ചും വിട്ട് നിങ്ങൾക്ക് ഇത് തരും കുഞ്ഞുങ്ങളെ. അത് ഓർഡറിൽ എഴുതാൻ ചിലപ്പോൾ ഒന്ന് ചോദിക്കും കേട്ടോ. ഇനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞു 3 ഏതാ? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. അതിൽ കേട്ടോ, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. കരയിലൂടെയുള്ള ഗതാഗതമാണ് കരഗതാഗതം. മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്, കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗതമാണ് റോഡ് ട്രാൻസ്പോർട്ടും റോഡിൽ കൂടെയും റെയിലിൽ കൂടെ പോകുന്നതാണ് കരഗതാഗതം അല്ലേ. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പൈനിയേർഡ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ, ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് സ്കോട്ടിഷ് എഞ്ചിനീയറായ മാക് ആഡം ആണ്. മേജർ ഹൈവേ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതാണ്? ഗോൾഡൻ ക്വാഡ്രിലേറ്ററും നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസും. എല്ലാത്തിൻ്റെയും മലയാളം ഉണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഈ 3 അഡ്വാൻറ്റേജ് പഠിച്ചിരിക്കുന്നത്. താരതമ്യേന ഇതിന് ചെലവ് കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത് ഈ റോഡ് ട്രാൻസ്പോർട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. വേഗതയും കാര്യക്ഷമതയും ഉണ്ട്. വിദൂര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അടുത്ത റെയിൽ ട്രാൻസ്പോർട്ട്, ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് അല്ലേ. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗതമാണ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ഗതാഗതം ആരംഭിച്ചത് ബ്രിട്ടനിലാണ്. പിന്നെ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ വരവിന് തുടക്കം കുറിച്ചത് ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം മൂലമാണ്. ഇതിനകത്തിലെല്ലാം ഓരോ മാർക്കിന്റെ ചോദ്യം ഉണ്ട്. ബ്രിട്ടനിൽ ആദ്യമായി ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് കേട്ടോ. റെയിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. അടുത്ത ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്ട്. വസ്തുക്കളുടെ വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. A broad and extensive railway network exists in India. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. കൊൽക്കത്ത, ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ ഗതാഗത സംവിധാനമുണ്ട്. ഇനി അഡ്വാൻറ്റേജ് ഓഫ് റെയിൽ നമുക്ക് കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഗതാഗതമാണ് റെയിൽ ട്രാൻസ്പോർട്ട്. കൂടുതൽ ചരക്കുകൾ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. കുറഞ്ഞ ശബ്ദ മലിനീകരണമാണ്. ഇന്ധനം കുറച്ചു മതി. പരിസ്ഥിതി സൗഹൃദമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ലിങ്കി പറഞ്ഞ മതിയല്ലോ. എന്നാലും നോക്കിക്കേ, അടുത്തത് നമ്മൾ പറഞ്ഞ ഇടുക്കിയും വയനാടും എന്ന് വെച്ചാൽ എന്താണ്? ഇല്ലാത്തത് അല്ലേ. റെയിൽവേ ട്രാൻസ്പോർട്ട് ഇല്ലാത്തതാണ് ഇടുക്കി, വയനാട്. അടുത്ത വാട്ടർ ട്രാൻസ്പോർട്ട്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതം ഉപയോഗിക്കുന്നത്? മത്സ്യബന്ധനത്തിന്, ചരക്ക് നീക്കത്തിന്, വിനോദസഞ്ചാരത്തിന്, വള്ളം കളിക്ക്. നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗതങ്ങൾ ഏതെങ്കിലും എഴുതുക. ഹീസ് വാട്ടർ ട്രാൻസ്പോർട്ട് ക്ലാസിഫൈഡ്. വാട്ടർ ട്രാൻസ്പോർട്ടിനെ 2 തിരിച്ചിട്ടുണ്ട്. ഏതാണ്? ഇല്ലാണ്ട് വാട്ടർ എന്നും മെരിടൈം വാട്ടർ ടൈം എന്ന് കേട്ടോ. അടുത്ത റെയിൽവേയിലെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗം
മാർഗം ഏതായിരുന്നു? ഉൾനാടൻ ജലഗതാഗതമായിരുന്നു. വിച്ച് ഈസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റെയിൽവേ? ഇൻലാൻഡ് വാട്ടർ. ഇതൊക്കെ നല്ലപോലെ എഴുതിയെടുക്കണേ നിങ്ങളെ. ഞാനിത് നമ്മൾ ലിങ്ക് ഇട്ടെല്ലാം കഴിഞ്ഞതായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അഥവാ ഒന്നും കിട്ടാത്തവർക്ക് വേണ്ടിയാണ്. ഉൾനാടൻ ജലഗതാഗതം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ ദെയർ വെയർ പ്ലെന്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചു. 2 ഇമ്പോർട്ടന്റ് ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗതമാണ് നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. അടുത്തത് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലുകളും കേട്ടോ. ഹൗ വാസ് ദ ബിഗിനിങ് ഓഫ് കനാൽ? കനാലുകളുടെ തുടക്കം എങ്ങനെയായിരുന്നു നിങ്ങളെ? നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യൻ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചത്. എയർലിൽ യൂറോപ്യൻ ബിൽറ്റ് കനാൽ ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകളാണ് ഏതൊക്കെയാണ് നിങ്ങളെ? കനോലി കനാലും പാർവതി പുത്തനാറും കേട്ടോ. പാർവതി പുത്തനാറ് നമ്മുടെ ടെസ്റ്റിലുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? എന്തൊക്കെയാ? താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്, മലിനീകരണം കുറവാണ്, കൂടുതൽ ഇന്ധനക്ഷമതയുണ്ട്, കുറഞ്ഞ ശബ്ദ മലിനീകരണം, ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു. ഇതൊക്കെയാണ്. അടുത്തത് എയർ ട്രാൻസ്പോർട്ട്. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂരം യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണിത്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. അടുത്തത് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊച്ചി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെയെന്ന് അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതിയെടുക്കണം നിങ്ങളെ. അടുത്തത് പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വാഹനങ്ങൾ പെരുകുന്നത് മൂലം എന്തെല്ലാം? 5 മാർക്കിന് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എന്തൊക്കെയാണ്? വായു മലിനീകരണം, വർദ്ധിച്ച ഗതാഗത കുരുക്ക്, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ. പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെല്ലാമാണ്? മലിനീകരണം കുറയ്ക്കാൻ, കുറഞ്ഞ ഗതാഗത കുരുക്ക്, സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു, പെട്രോളിൻ്റെ കുറവ്, ഇതെല്ലാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ. അടുത്ത കമ്മ്യൂണിക്കേഷൻ. ആ പാഠത്തിൻ്റെ ലാസ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയൊക്കെയാണ്? ത്രൂ കോൺവെർസേഷൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, ത്രൂ ഇന്നത്തെ അല്ലേ പണ്ട് കാലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് തൻ്റെ ബാക്കി. ശ്വാസം പോന്നു നോക്കിയേ. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ് നൗ എ ഡേ? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്നത് ടെലിഫോൺ, റേഡിയോ, ടെലിവിഷൻ, പത്രങ്ങൾ, ഇവയൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ എന്തെല്ലാം? ആദ്യകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ കുതിര, നായ, പക്ഷി എന്നിവയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ആശയവിനിമയങ്ങളെ എളുപ്പമാക്കി. പിന്നെ തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് ആശയവിനിമയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നാണ് കേട്ടോ. ചോദ്യം നല്ലതുപോലെ കണ്ടിട്ട് വേണം. എല്ലാം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടാണ് കേട്ടോ. ഓക്കെ. വ്യക്തിഗത ആശയവിനിമയം എന്നാൽ എന്ത്? 2 മാർക്കിന്റെ ചോദ്യമോ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത. മുമ്പ് ഞാൻ പറഞ്ഞ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മുമ്പ് ഞാൻ പറഞ്ഞോ നിങ്ങളെ അല്ലേ. അടുത്തത് വ്യക്തിഗത ആശയവിനിമയങ്ങൾ എന്തെല്ലാമാണ് കണ്ടോ? വ്യക്തികൾ അതങ്ങ് എഴുതിയെടുക്കണേ. അടുത്ത ബഹുജനങ്ങളുടെ ഏതൊക്കെയാണ്? ഇനി തുറമുഖം എന്നാൽ എന്ത്? സമുദ്രനിരപ്പിൽ കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ തുറമുഖം അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പ് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലത്തെ. അച്ചടി സാങ്കേതികവിദ്യ കണ്ടെത്തിയത് ചൈനക്കാരാണ്. ഇരുമ്പ് ഉപയോഗിച്ച് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ്. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ക്യൂണിഫോം ലിപിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജൂഹു ആണ് കേട്ടോ. ഇതൊക്കെ ഓരോ മാർക്കിൻ്റെയാണ് കുഞ്ഞുങ്ങളെ. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് 8ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഓക്കെ. ഇതങ്ങ് കിട്ടാത്തവരാണെങ്കിൽ ഇത് എഴുതട്ടെ. അതായത് നോ അവർ ലാൻഡ് എന്നുള്ള പാഠമാണിത് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടെല്ലാം പറഞ്ഞതാണ്. ഇതിനകത്ത് കുറച്ച് നോട്ടും കൂടി ഉണ്ട് കുഞ്ഞ്. അതിനകത്തിലെ പ്രധാനപ്പെട്ടാണ് മിഡ്ലാൻഡ്, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയയെക്കുറിച്ച് കേട്ടോ. അതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ടുണ്ട്. എന്തെങ്കിലും ഈ ചാപ്റ്ററിനകത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് നേരത്തെ ഇട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് കയറി കാണണേ. അപ്പോൾ ഇതിനകത്തിലൊരു കുറച്ച് നോട്ടും കൂടെ സോയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് നോട്ടും കൂടെ എഴുതാനുണ്ട്. അത് ഞാൻ ഇന്നിരുന്ന് എഴുതിയിട്ട് നമുക്ക് നാളെ ഇടാം കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തിലെ കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണെന്നും സോയിലുമായിട്ട് ബന്ധപ്പെട്ടത് കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ മണ്ണിൻ്റെ എങ്ങനെ രൂപപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊരു 20 ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കയറി കാണണേ. ബാക്കി നോട്ട് നമുക്കിടാം. അതായത് നമ്മളിപ്പോൾ ഒരു 4 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും തന്നിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു 5-6 ക്വസ്റ്റ്യനോടുണ്ട്. അത് ഞാൻ ഇന്നിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യലിൻ്റെ ഫുൾ ചാപ്റ്റർ കേട്ടോ 5 മുതൽ 9 വരെയുള്ള ചാപ്റ്ററിൻ്റെ മൊത്തം
ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി കാണണമായിട്ട്. അതുപോലെ കമൻറ്റ് ഇടണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ നോട്ട് നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി തരുന്നില്ലേ. നിങ്ങൾ അത്രയും ഒരു സഹായം ഒന്ന് ചെയ്യണേ. കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത്രയും നോട്ടുകൾ തയ്യാറാക്കിയില്ലേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.